ഗൈസ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വെളുത്തുള്ളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചു, പിന്നെ ഇത്തിരി വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ അതൊന്ന് നല്ലൊന്ന് ഒന്ന് ചോപ്പായി വരുന്നത്, നല്ലൊന്ന് കളറൊന്ന് ഡിഫറെന്റ് ആണ്. ആ എണ്ണയിലേക്ക് കടന്നിട്ട് കളറൊന്ന് നമ്മൾ ഡിഫറെന്റ് ആയി നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കുറച്ച് ഒന്ന് രണ്ട് കീറിയിട്ട് അതൊന്ന് കുറച്ചിടുക. കുറച്ച് മതി, ഒരു 10-15 അങ്ങനെ ഇടുക. അത് ഇട്ടിട്ട് പിന്നെ നല്ലൊന്ന് നല്ലതായ ശേഷം അപ്പുറത്ത് നമ്മൾ എന്താണ് മിക്സിന്റെ ജാർ എടുത്തിട്ട് അതിൽ നമ്മൾ തേങ്ങ അരയ്ക്കണം. അതിൽ ഒരു തേങ്ങ മാത്രം അരച്ചാൽ മതി. പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂണ് മുളക് പൊടി, അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് പിന്നെയൊന്ന് നമ്മൾ നല്ല ഇളക്കി വിടുക. ഇളക്കി വിട്ട് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പുളിവെള്ളം ഉണ്ടല്ലോ അത് ഒഴിക്കണം. പുളി പിഴിഞ്ഞ വെള്ളം നമ്മൾ അത് ഒഴിക്കുക. അത് ഒഴിച്ചിട്ട് നല്ലൊന്ന് പിന്നെ ഒന്ന് തിളച്ച് വരണം. അത് നല്ല തിള വന്ന് പിന്നെ നമ്മൾ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പിടണം. അങ്ങനെ ഉപ്പിട്ടിട്ട് പിന്നെ നല്ലൊന്ന് ഇളക്കി പിന്നെ നമ്മൾ ഒന്ന് തിളച്ച് കഴിഞ്ഞ് നമ്മൾ ഇതുണ്ട് ബെല്ലത്തിന്റെ ഉണ്ടല്ലോ ബെല്ലം, അതൊരു ഇത്തിരി ഇത് നമ്മൾ ബെല്ലം പൊടിച്ചതാണ്, അത് കുറച്ചിട്ട് പിന്നെ നല്ല ഇളക്കി. ഇങ്ങനെ കൂട്ടാനും നല്ല ടേസ്റ്റ് ആണ്, തേങ്ങ ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെ ഒരു പ്രാവശ്യം വെച്ച് നോക്കി, നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കറിയാണത്. വെച്ച് നോക്കി അതിന് ടേസ്റ്റ് അറിയുള്ളൂ, അടിപൊളി ടേസ്റ്റ് ആണ്. കുറച്ച് പിന്നെ മേലെ നമ്മള് കുറച്ച് മല്ലിയില ഇട്ടു പറഞ്ഞാൽ കറി റെഡിയായി. പിന്നെ ഞാൻ ഇപ്പുറത്ത് ചേന കൈമേന്ന് ഉണ്ടാക്കാൻ പോണത്, അതും നല്ല ടേസ്റ്റ് ആണ്. ചേന നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് വേവിക്കാൻ വെക്കണം. വേവിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, വേവിച്ച ചേനയും ഇത്തിരി പിന്നെ ചേന വേവിച്ചതുണ്ടല്ലോ അത് അതിൽ ജാറിലിട്ടിട്ട് പിന്നെ നമ്മൾ ഇത്തിരി മഞ്ഞപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പൊട്ടിക്കടല, തേങ്ങ, പച്ചമുളക്, മല്ലിയില, അങ്ങനെ ഇഞ്ചി എല്ലാം നമ്മൾ അതിൽ നമ്മൾ കൈമ ഇങ്ങനെ ഉണ്ടാക്കുക അതേപോലെ എല്ലാം ഒഴിച്ചിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതൊന്ന് നല്ല അരച്ചെടുത്തിട്ട് നമ്മൾ റോളാക്കിയിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുക. അങ്ങനെ അടിപൊളി ചേനക്കൈമ റെഡിയായി. സൂപ്പറാണ്, ചെയ്ത് നോക്കി. ലൈക്ക് பண்ணுங்க, சப்ஸ்கிரைப் பண்ணுங்க. അടിപൊളി ടേസ്റ്റ് ആണ്.